അപ്പേ എന്തോ അപ്പുറത്തെ വീട്ടിലെ ഒരു ഇല ചോറ് കളയരുന്ന് പറയണത് എന്തുകൊണ്ടാ? കുഞ്ഞുനാളിലാണല്ലോ എൻ്റെ അച്ഛൻ മരിച്ചത്. ആ സമയത്ത് ഞാൻ കിടന്ന് കരയുന്ന കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലെ തൊട്ടിയിലെ ഏലിയാമ്മ ചേച്ചി എന്നോട് പറഞ്ഞു, ഏലിയാമ്മ ചേച്ചീൻ്റെ മൂത്ത മോന് ചായക്കടയുണ്ട്. ആ ചായക്കടയിൽ പോയിട്ട് സ്വന്തമായിട്ട് ഞാൻ പണിയെടുത്ത് പൈസ ഉണ്ടാക്കുന്ന ആ കാലം വരെ ഒരു ചായ ഒരു കടിയും പോയി കഴിച്ച മോനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ പോയിട്ട് ആ ചായയോ കടിയോ ഞാൻ ഫ്രീ ആയിട്ട് മേടിച്ചിട്ടില്ല. അതെന്താണെന്നറിയോ? അതാ പറയുന്നത്, അപ്പുറത്തെ വീട്ടിലെ ഒരു ഇല ചോറുണ്ട്, അത് കളയരുതെന്ന്. അവരുടെ സ്നേഹം കൊണ്ട് അവരത് പറഞ്ഞ്. പക്ഷെ അത് കളയാതെ അത് ഒരു കരുതൽ നിക്ഷേപമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും സൂക്ഷിച്ചു വെക്കണം. നമ്മുടെ അയൽവക്കങ്ങളിലൊക്കെ നമുക്ക് എപ്പോൾ പോയാലും എന്തും നമുക്കവർ തരും. ആ തരും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആവശ്യമില്ലാതെ ചെന്നിട്ട് ഓരോന്ന് വാങ്ങും, ഓരോന്ന് ചോദിച്ചിട്ട് ആ ബന്ധം വഷളാക്കരുതെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ഒരു ഇലച്ചോറ് അവിടെ നിൽക്കട്ടെ, അത് കളയണ്ട. അത് അത്രമേൽ ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് സ്വീകരിക്കാം. ബി ബി ഹാപ്പി. ഹാപ്പി.